ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ജനുവരി മാസം 1-ാം തീയതി തൊട്ട് ഇന്നലെ വരെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തൊട്ട് 8-ാം അധ്യായം വരെ പഠനത്തിന് വിധേയമാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നു മുതൽ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമേയുള്ള 4 കാഹള ബാധകൾക്ക് യോഹന്നാൻ അപ്പോസ്തലൻ 6 വാക്യങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. അതായത് വെളിപ്പാട് പുസ്തകം 8-ന്റെ 7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അടുത്ത 2 കാഹളങ്ങൾ തുടർന്നുണ്ടാകുന്ന കഷ്ടതകളും വിവരിപ്പാൻ യോഹന്നാൻ 21 വാക്യങ്ങൾ ഉപയോഗിക്കുന്നതായി, അതായത് ഒരധ്യായം മുഴുവൻ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് തുടർന്നുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളുടെ തീവ്രതയാണ് വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ 2 കാഹളങ്ങൾ ഉൾപ്പെടുത്തുന്നതിനാൽ ഇതിനെ 2ആയിട്ട് തരംതിരിച്ച് പഠിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് 5-ാം കാഹളം വെളിപ്പാട് പുസ്തകം 9-ന്റെ 1 തൊട്ട് 12 വരെ. രണ്ടാമതായിട്ട് 6-ാം കാഹളം വെളിപ്പാട് പുസ്തകം 9-ന്റെ 13 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. 1 തൊട്ട് 4 വരെയുള്ള കാഹളങ്ങൾ നമ്മൾ 8-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നല്ലോ. ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നു. 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതിലൊന്ന് 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണു. 2-ാമത്തെ ഭാഗം അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ 1-ാമത്തെ ഭാഗത്തേക്ക് വന്നു. 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് 8-ന്റെ 10-ൽ ഒരു നക്ഷത്രം വീഴുന്നതായി നാം കണ്ടു. ഇവിടെ വീണ് കിടക്കുന്ന നക്ഷത്രത്തെ കാണുന്നു. ഇത് സാധാരണ നക്ഷത്രമല്ല. കാരണം നക്ഷത്രങ്ങൾക്ക് ഭൂമിയേക്കാൾ 50 മുതൽ 100 വരെ വലിപ്പമുണ്ട്. ഇങ്ങനെയുള്ളൊരു നക്ഷത്രം ഭൂമിയിൽ വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും, അല്ലെങ്കിൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന നക്ഷത്രം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു. നക്ഷത്രങ്ങൾക്ക് വിവിധങ്ങളായ ആശയങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. 1. ഇയ്യോബ് 38-ന്റെ 6-ൽ നക്ഷത്രങ്ങൾ സ്വർഗീയ ദൂതന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2. യെശയ്യാവ് 14-ന്റെ 12-ൽ വീണുപോയ ലൂസിഫറിനെ രേഖപ്പെടുത്തുന്ന പദമാണ് നക്ഷത്രം. 3. വെളിപ്പാട് 1-ന്റെ 20-ൽ സഭയിലെ മൂപ്പന്മാരെ നക്ഷത്രങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം 9-ന്റെ 1-ൽ പറയുന്ന നക്ഷത്രം ദൂതഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. മാത്രമല്ല, അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് അവൻ എന്നത് ഒരു വ്യക്തിയെ കുറിക്കുന്നു. ഇവിടെ വീണ് കിടക്കുന്ന നക്ഷത്രം അഥവാ ദൂതൻ ആരാണ്? ഇതിനെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളാണ് വേദപഠിതാക്കളുടെ ഇടയിൽ ഉള്ളത്. 1. സാത്താൻ എന്ന്, അതായത് വീണ് കിടക്കുന്ന നക്ഷത്രം സാത്താനാണ് എന്നൊരു പഠനമുണ്ട്. വീണ് കിടക്കുന്നു എന്ന കാരണത്താലാണ് സാത്താൻ എന്ന നിഗമനത്തിൽ എത്തിയത്. വീഴ്ച അധപ്പതനത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ യെശയ്യാവ് 14-ന്റെ 12-ൽ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? വെളിപ്പാട് പുസ്തകം 12-ന്റെ 4-ൽ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് വായിക്കുന്നു. ലൂക്കോസ് 10-ന്റെ 18-ൽ സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നു ഞാൻ കണ്ടു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഈ 3 വാക്യങ്ങളിൽ നിന്ന് ആകാശത്തുനിന്ന് വീണ നക്ഷത്രം സാത്താനാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. മാത്രമല്ല, പൈശാചിക ദൂതനെ ദൈവം തൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആകാശത്തുനിന്ന് വീണ നക്ഷത്രം അഥവാ ദൂതൻ 1 സാത്താനാണ്, 2 ദൈവദൂതനാണ് എന്ന വാദമാണ് മറുസൈഡിലുള്ളത്. മറ്റ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ദൈവദൂതനാണ് എന്ന്. വെളിപ്പാട് പുസ്തകം 20-ന്റെ 1-2 വാക്യങ്ങളിൽ ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലയിട്ടു എന്ന് നാം വായിക്കുന്നു. ഇവിടെ പറയുന്ന ദൂതൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകം 9-ന്റെ 1-ൽ പറയുന്ന നക്ഷത്രം. കാരണം 2 ഭാഗത്തും അഗാധകൂപത്തിൻ്റെ താക്കോൽ അവൻ വഹിക്കുന്നതായി കാണുന്നു. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 1-ന്റെ 18-ൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്നു. പിശാചിൻ്റെ വാസസ്ഥലമാകുന്ന അഗാധകൂപത്തിൻ്റെ താക്കോൽ പിശാചിനെ തന്നെ അഥവാ സാത്താനെ തന്നെ ഏൽപ്പിക്കുമോ? മാത്രമല്ല, ഇത് വീണുപോയ സാത്താനാണ് ഉള്ള ഒരു സൂചനയും ഇവിടെയില്ല. ഭൂമിയിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വന്നു എന്ന ആശയമാണ് ആദിമ ഗ്രീക്ക് ഭാഷാന്തരങ്ങളിൽ ഉള്ളത്. ചുരുക്കത്തിൽ വെളിപ്പാട് പുസ്തകം 9-ന്റെ 1-ൽ പറയുന്ന നക്ഷത്രം ദൈവദൂതൻ ആയിരിക്കാനാണ് സാധ്യത. ഇങ്ങനെ 2 വിശ്വാസമാണ് വേദപഠിതാക്കളുടെ ഇടയിൽ ഉള്ളത്. ചുരുക്കം പറഞ്ഞാൽ വ്യക്തമായ ഉത്തരം ഈ വെളിപ്പാട് പുസ്തകം 9-ന്റെ 1-ൽ വീണ ദൂതൻ ആരാണ്, അല്ലെങ്കിൽ നക്ഷത്രം ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. രണ്ടാമതായി വെളിപ്പാട് പുസ്തകം
9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അഗാധകൂപം എന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് അബുസോസ് എന്ന വാക്കാണ്. ഈ ഗ്രീക്ക് പദത്തെ 3 പേരുകളിലാണ് സത്യവേദ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 1 പാതാളം, ലൂക്കോസ് 8:31, റോമാലേഖനം 10:7. 2 ആഴം എന്നുള്ള പദമാണ്, വെളിപ്പാട് 11:7. 3 അഗാധം എന്ന വാക്ക്, വെളിപ്പാട് 9:1, 2, 11 വാക്കുകൾ. 17-ാം അധ്യായം 8-ാമത്തെ വാക്യം, 20:1, 3 വാക്യങ്ങൾ. ഒരുപറ്റം ദുർഭൂതങ്ങളെ അടച്ചിരിക്കുന്ന സ്ഥലമാണ്. ആദാമ്യ യുഗത്തിന് മുമ്പേ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ പുനഃസ്ഥാപനത്തിന് മുമ്പ് ഭൂതലത്തിൽ പാർത്തിരിക്കുന്നവർ ആണ് എന്ന് കരുതപ്പെടുന്നു. ഗദരദേശത്തെ ബന്ധിച്ചിരുന്ന ഭൂതഗ്രസ്തനെ ബാധിച്ചിരുന്ന ലെഗ്യോൻ അഗാധകൂപത്തിലേക്ക് തങ്ങളെ പോകുവാൻ കൽപ്പിക്കരുത് എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. ലൂക്കോസ് 8:31. അവിടെ പാതാളത്തിലേക്ക് എന്നാണ് സത്യവേദ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥം അഗാധകൂപത്തിലേക്ക് അല്ലെങ്കിൽ അധമ പാതാളത്തിലേക്ക് എന്നാണ്. ചുരുക്കത്തിൽ സാത്താൻ പോലും ആഗ്രഹിക്കാത്ത സ്ഥലമാണ് അഗാധകൂപം. ഇതിൻ്റെ താക്കോലാണ് വീണ് കിടക്കുന്ന ദൂതന് അഥവാ നക്ഷത്രത്തിന് ലഭിച്ചത്. ഈ അഗാധകൂപത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നതായി വെളിപ്പാട് പുസ്തകം 17:8 പറയുന്നുണ്ട്. കൂടാതെ 1000 ആണ്ട് വാഴ്ചയിൽ പിശാചും സാത്താനുമായ പഴയ പാമ്പായ മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കുന്നതും ഈ സ്ഥലത്ത് തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 20:1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാളെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുപരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു.